ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ കേരളം രഞ്ജി ട്രോഫിയിലെ മൂന്നാം മത്സരം കളിക്കുകയാണ്. മുംബൈക്കെതിരെയാണ് ഈ ഒരു മത്സരം. ഞാൻ ഓൾറെഡി ഈ ഒരു വീഡിയോ ചെയ്യാൻ ലേറ്റ്, അത് മാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്വാഡിൽ 11 സഞ്ജു ഉണ്ടോ എന്ന് അറിയണമായിരുന്നു. കാരണം 17-ാം തീയതി അഫ്ഗാനിസ്ഥാനെതിരെയുള്ള മാച്ച് കളിച്ചിട്ട് ഇന്ന് അദ്ദേഹം ടീമിനൊപ്പം ജോയിൻ ചെയ്ത് കളിച്ചു. ആൻഡ് ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്, ഓൾറെഡി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു റൺസ് സ്കോർ ചെയ്യുന്നതിനിടെ മുംബൈയുടെ 2 വിക്കറ്റുകൾ പോയിട്ടുണ്ട്. അതും ഓപ്പണറായിട്ടുള്ള ജെയ് ബിസ്റ്റയുടെയും വണ്ണോടായിട്ടുള്ള അജിൻക്യ രഹാനെയും വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 2 പ്ലേയേഴ്സിൻ്റെ വിക്കറ്റ് അവിടെ ബേസിൽ തമ്പിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഗുഡ് ന്യൂസ് കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായിട്ടാണ് ഈ ഒരു മത്സരത്തിൽ കളിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മത്സരത്തിലായിരുന്നു വിക്കറ്റ് കീപ്പർ ആയിരുന്നില്ല, അതായത് കഴിഞ്ഞ രഞ്ജി മത്സരത്തിൽ. സോ ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം തന്നെയാണ് വിക്കറ്റ് കീപ്പർ എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നല്ലൊരു തുടക്കം കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. മുംബൈ എന്തായാലും മിഡിൽ ഹോൾഡ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 1.5 ഓവറാണ് ഇതുവരെ അപ്ഡേറ്റ് ആയിരിക്കുന്നത്. സഞ്ജു ഉണ്ടോ എന്ന് അറിയണമായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും മികച്ചൊരു തുടക്കം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു തുടക്കം കണ്ടിന്യൂ ചെയ്ത് പോകാൻ കേരളത്തിന് സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് ആദ്യത്തെ മത്സരത്തിൽ ഒരു സമനിലയിൽ 1 പോയിന്റും രണ്ടാം മത്സരത്തിൽ സമനിലയിൽ 3 പോയിന്റുമാണ് കിട്ടിയിരിക്കുന്നത്. ഓൾറെഡി 14 പോയിന്റാണ് മുംബൈക്കുള്ളത്. മുംബൈ തോൽപ്പിക്കുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആണെങ്കിലും ഈ ഒരു തുടക്കം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ കേരളത്തിന് സാധിച്ചു കഴിഞ്ഞാൽ ഒരു വിജയം അങ്ങ് അകലെയല്ല എന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. അത്രയ്ക്കും ഡെപ്തുള്ള സ്ക്വാഡാണ് മുംബൈ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ഒരു സമനില നേടിയാൽ പോലും കേരളത്തിന് വലിയൊരു വിജയത്തിന് തുല്യമായിട്ടൊരു സമനില തന്നെ ആയിരിക്കുമെന്ന്. കാരണം അത്ര ഡെപ്തുള്ള സ്ക്വാഡാണ് മുംബൈ എന്ന് പറയുന്നത്. ഓൾറെഡി എലൈറ്റ് ഗ്രൂപ്പിൽ പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത് ടീമാണ്. 14 പോയിന്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു മരണ ഗ്രൂപ്പിലാണ് കേരളം പെട്ടിരിക്കുന്നത്. ഇവിടുന്ന് അടുത്ത സ്റ്റേജിലേക്ക് കടന്ന് കയറുക എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക്കാണ്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ എങ്ങനെയും ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ച് ഒരു വലിയ സാധ്യത അവിടെ തുറന്ന് കിടപ്പുണ്ട്. അതായത് രഞ്ജി ട്രോഫിയുടെ അടുത്ത സ്റ്റേജിൽ കളിക്കുക എന്നുള്ളത്. അതും ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് കയറി കഴിഞ്ഞാൽ അതിന് വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിലേക്ക് വന്നപ്പോൾ പ്ലേയേഴ്സ് ഒന്ന് ഫോം ആയതുപോലെ തോന്നുന്നുണ്ട്. അത് ബേസിൽ തമ്പിയുടെ 5 വിക്കറ്റ് ഹോൾ, അതോടൊപ്പം തന്നെ കൃഷ്ണപ്രസാദ് ഫോമായിരിക്കുന്നു, രോഹനസ് കുന്നുമേൽ ഫോമായിരിക്കുന്നു, അതോടൊപ്പം തന്നെ സച്ചിൻ ബേബിയുടെ സെഞ്ചുറി. മൊത്തത്തിൽ ബാറ്റിംഗ് സൈഡും ബോളിംഗ് സൈഡും ഒന്ന് സെറ്റായി വരുന്നുണ്ട്. സ്റ്റിൽ നമുക്ക് ബോളിംഗ് സൈഡിൽ ഒരുപാട് പേര് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വലിയൊരു ഫാക്റ്റാണ്. എന്നിരുന്നാലും ബേസിൽ തമ്പി കഴിഞ്ഞ മത്സരത്തിലൊരു 5 വിക്കറ്റ് എടുത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോം തിരിച്ചു പിടിക്കുന്ന ഒരു ഇന്നിങ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോഴും ജയ് ബിസ്റ്റയുടെയും അതുപോലെ തന്നെ അജിൻക്യ രഹാനെയുടെ വിക്കറ്റ് എന്ന് പറയുന്നത് ഒട്ടും മോശമല്ല. അജിൻക്യ രഹാനെ മുംബൈയുടെ ക്യാപ്റ്റനാണ്. ഓൾറെഡി വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു താരമാണ്. രഞ്ജി ട്രോഫിയിലൊക്കെ ഒരുപാട് മത്സരങ്ങൾ, ഇന്റർനാഷണലി മാത്രമല്ല രഞ്ജി ട്രോഫിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വേറൊരു ലെവലിൽ കൊണ്ട് വെച്ചിരിക്കുന്ന മനുഷ്യനാണ്. സോ എന്തായാലും ഈ 2 വിക്കറ്റ് അല്പം ഗുണം ചെയ്യും. ഇനിയിപ്പോൾ വരാനുള്ളതും ശിവൻ ദൂബെ, മോഹിത് അവസ്തി, PY പവാർ, അതുപോലെ തന്നെ ദേവാൽ കുൽക്കർണി എന്നിവരാണ്. എന്നാലും ഡെപ്തുള്ളൊരു സ്ക്വാഡ് നമുക്ക് അവിടെ കാണാം. ശിവൻ ദൂബെയൊക്കെ നല്ല ഫോമിൽ തന്നെയാണ്. ഈവൻ രഞ്ജി ട്രോഫിയിലാണെങ്കിലും ബോളിങ്ങിലും ബാറ്റിങ്ങിലും അത്യാവശ്യം അദ്ദേഹം നന്നായി തന്നെ കളിച്ചു പോകുന്നു. ഓൾറെഡി നല്ല ടച്ചിലിരിക്കുന്ന പ്ലെയറാണ്. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇത് നമ്മുടെ ഹോം മത്സരമാണ്. സെൻറ്റ് സേവിയേഴ്സ് കോളേജിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും കുറച്ച് വിക്കറ്റുകൾ കൂടി എടുത്ത് ഒരു ഇന്നിങ്സ് ലീഡ് നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. ഇന്നത്തെ തന്നെ നമുക്ക് ബാറ്റ് ചെയ്യാൻ പോയി ചാൻസ് കിട്ടണം. ഹാഫ് ഡേ കഴിയുമ്പോഴേക്കും ആ ഒരു 8 വിക്കറ്റും കൂടി എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രഞ്ജി ട്രോഫി 4 ദിവസം മാത്രമേ ഉള്ളൂ. ഇറഗുലർ ടൈമിങ്സ് ആണ്. പ്രോപ്പറായിട്ട് 9:30 സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെറിയ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ നമ്മുടെ ഇവിടുത്തെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ 10 മണിക്ക് 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ടൈം കുറവാണ്, അത് വലിയൊരു ഫാക്ടറാണ്. അതുകൊണ്ട് കൂടുതൽ മത്സരങ്ങൾ സമനിലയിൽ കുരുങ്ങാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി വിവരം കൊണ്ട് എടുത്ത് പിള്ളേരെന്ന് പൊളിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് അറിയപ്പെടുക. ഇറ്റ്സ് മീ ഗോകുലർ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.